ബോട്ടിലാട്ടിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്റെ പേര് അഭയന. എന്റെ പഴയ ചാനലിന്റെ പേര് കുട്ടി കിച്ചൺ ആയിരുന്നു. ഇപ്പോഴത്തെ ചാനലിന്റെ പേര് ഗ്ലാസ് ബോട്ടിലാട്ട് എന്നാണ്. അപ്പോൾ ഇന്ന് ഞാൻ വളരെ എക്സൈറ്റ്മെന്റ് ആണ്. ഇന്നലെ വൈകിട്ട് ഇടാന്ന് പറഞ്ഞു വീഡിയോ, പക്ഷെ എനിക്കത് ഇടാൻ പറ്റിയില്ല. ഇന്ന് ഞാൻ നമ്മുടെ കുറച്ച് സാധനങ്ങൾ, പക്ഷെ അധിക സാധനങ്ങൾ അൺബോക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഗിഫ്റ്റ്, എനിക്കൊരു റിട്ടേൺ ഗിഫ്റ്റ് കിട്ടിയത് അൺബോക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ ഇന്നലെ ഒരു ബോട്ടിലാട്ട് ചെയ്തിരുന്നു. മിനിഞ്ഞാന്ന് ഇത് മിൽമേല് ഒരു കോണ്ടസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു, അതിനു വേണ്ടി ചെയ്തതാണ് കേട്ടോ. കണ്ടോ? അപ്പോൾ ഇത് ഞാൻ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്യാൻ വളരെയധികം എക്സൈറ്റ്മെന്റ് ആണ്. ഇതാണ് നമ്മുടെ ഗിഫ്റ്റ്. എനിക്ക് ഗിഫ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഗിഫ്റ്റ് റാപ്പിങ്ങിലൊക്കെയാണ് പൊതിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് ഏറ്റവും ലാസ്റ്റാണ് അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാ സാധനവും നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇത്രയും സാധനങ്ങളും ബോട്ടിൽ ആർട്ടിന്റെയും ക്രാഫ്റ്റിന്റെയും ആണ് കേട്ടോ. ഞാൻ വേറെ സാധനം അങ്ങനെ ഓർഡർ ചെയ്യത്തില്ല, എനിക്ക് വേണ്ടാത്തൊന്നും. ഞാനിപ്പോൾ കൂടുതൽ ചെയ്യുന്ന ക്രാഫ്റ്റും ബോട്ടിൽ ആർട്ടും ആയതുകൊണ്ട് ഞാൻ കൂടുതൽ അതിന്റെ സാധനങ്ങളാണ് വാങ്ങിച്ചിരിക്കുന്നത്. നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്യാം. ഫ്രണ്ട്സ്, ഞാൻ ഇതെല്ലാം ആമസോണിൽ നിന്നാണ് കേട്ടോ മേടിച്ചത്. കണ്ടോ? ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു സാധനം മേടിച്ചിരുന്നു, മോൾഡിട്ട്. അതെന്റെ അനിയത്തെയാണ് അൺബോക്സ് ചെയ്തത്. എന്നിട്ട് അവള് എന്തോ ചെയ്തു അതില്. ഞാൻ പിന്നെ വാങ്ങിച്ചു കേട്ടോ. അത് ഉപയോഗിക്കാൻ പറ്റും, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ എല്ലാം ആമസോണിൽ നിന്നാണ് കേട്ടോ. അപ്പം ഫ്ലിപ്കാർട്ട് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടേക്കുന്നതാണ്. എല്ലാം നോട്ട് ഡെലിവറിബിൾ എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എല്ലാം ആമസോണിൽ നിന്ന് വാങ്ങുന്നത് കേട്ടോ. ഞാൻ അൺബോക്സ് ചെയ്യാണ്. ഫ്രണ്ട്സ്, ഇവര് അടുത്തൊരു ഇതിൽ കാണിച്ചു തരാം. ഇവര് നമ്മൾ ഓർഡർ ചെയ്ത സാധനം തന്നെയാണോ എന്ന് നോക്കാനായിട്ട് ഇവര് ചെറുതായിട്ടൊന്ന് നോക്കിയിരിക്കും. ഫ്രണ്ട്സ്, നല്ലൊരു പാക്കിംഗ് ആണ് കേട്ടോ ഇതിന്റെ. ഫ്രണ്ട്സ്, ഇത് എനിക്ക് വന്ന സാധനമല്ല, ഇത് റോഹിൻ പൂഴ്ക്കുന്ന സാധനമാണ് കേട്ടോ. ഇത് 425 രൂപയാണ് ഈ സാധനം. ഞാൻ ക്രാഫ്റ്റിന്റെ സാധനമാണ് ഇത് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ എന്താ മാറിപ്പോയി, എന്നാലും കുഴപ്പമില്ല, ഞാൻ പാലിട്ട് കുടിച്ചോളാം കേട്ടോ. ഇത് അബേന ലബാന പാക്കിംഗ് തന്നെ കേട്ടോ. എന്റെ അഡ്രസ് അബേന ലബാന എന്നാണ് പേര് കേട്ടോ അഡ്രസ്സിലെ. ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ഗ്ലാസ് കളറിലെ ഔട്ട്ലൈനേഴ്സ് ആണ് കേട്ടോ. കണ്ടോ? നമുക്കല്ലാതെ ഗ്ലാസ് കളേഴ്സിന്റെ കൂടി കിട്ടുന്നത് ഒരെണ്ണേ കിട്ടത്തുള്ളൂ. അത് പെട്ടെന്ന് തീരും. ഇത് ഇത്തിരി വലിയ പാക്കാണ്. ഇതേപോലത്തെ ഒരു ട്യൂബും എൻ്റെ കൂടി കിട്ടും. എനിക്ക് ഗ്ലാസ് കളേഴ്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. ഇപ്പൊ നമ്മുടെ ഇതില് രണ്ടാമത്തെ സാധനം കേട്ടോ. ഞാൻ അൺബോക്സ് ചെയ്തതില് മൂന്നാമത്തെ സാധനം. ഇത് നമുക്ക് ചിലപ്പോൾ വലിയ പാക്കറ്റ് ആയതുകൊണ്ട് ഇത് നമ്മുടെ ആ പാക്കറ്റ് കൂടി മുറിഞ്ഞു പോവും. നിങ്ങൾ പതുക്കെ മുറിക്കുക. ഫ്രണ്ട്സ്, ഇത് സ്പോഞ്ച് ബ്രഷ് ആണ് കേട്ടോ. നമ്മൾ സ്പോഞ്ച് കൊണ്ട് ചെയ്യുന്നതിന് പകരം നല്ല ഇവിടെ ഒരു പിടി പോലെ ഉണ്ട്, അത് നമുക്ക് അത് പിടിച്ച് ചെയ്യാം ബേസ് കോട്ടൊക്കെ അടിക്കുമ്പോൾ. അപ്പോൾ ഇത് ഭയങ്കര നല്ലൊരു സാധനമാണ്. ഫ്രണ്ട്സ്, ഞാനാണെങ്കിൽ ബേസ് കോട്ടൊക്കെ അടിക്കുമ്പോൾ എൻ്റെ കയ്യിലേക്ക് കളർ ആവാറുണ്ട്. ഇത് ഇങ്ങനെ സ്റ്റിക്ക് ഉള്ളതുകൊണ്ട് ഇവിടെ കളറൊന്നും ആവത്തില്ല കേട്ടോ കയ്യിൽ. ഇത് നമുക്ക് 5 എണ്ണമാണുള്ളത്, പല സൈസിലാണ് കേട്ടോ. ചെറുതുണ്ട്, എൻ്റെ ചെറുത് അങ്ങനെ 5 സൈസ് ഉണ്ട് കണ്ടോ. ഇത് നമുക്ക് കളറൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് യൂസ് ചെയ്യാം കണ്ടോ. ഫ്രണ്ട്സ്, അടുത്തത് നമ്മൾ ഈ ഒരു ഇവിടുത്തെ ഇൻബോക്സ് ചെയ്യുകയാണ് കേട്ടോ.
ഫ്രണ്ട്സ് ഇത് നമ്മുടെ ഗ്ലിറ്റർ പൗഡർ ആണ് കേട്ടോ. കണ്ടോ, ഇത് വെച്ചിട്ട് നമുക്ക് ഗ്ലിറ്റർ കളർസ് ഉണ്ടാക്കാൻ പറ്റും. ഇത് നമുക്ക് 6 കളേഴ്സ് ആണ് കേട്ടോ വരുന്നത്. ഇത് ബ്ലൂ ഉണ്ട്, ഇത് റെഡ് ഉണ്ട്, പിന്നെ ഇത് യെല്ലോ കളറാണ് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇതിന്റെ പാക്കിങ്ങിനെ കുറിച്ച് ഞാൻ പറയാം. നല്ല വെൽ പാക്ഡ് ആണ് കേട്ടോ. ഓരോ സാധനത്തിനും ഓരോ രീതിയിലെ പാക്കിംഗ് ആണ്. എനിക്ക് ഇതിന്റെ പാക്കിങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇപ്പോൾ ഫുഡ് ഐറ്റംസ് ആണെങ്കിൽ അതിൻ്റെ പാക്കറ്റുകൾ പാക്കിംഗ് കാണും. ഇവിടെ ക്രാഫ്റ്റ് ആയാലും അതിൻ്റെതായത്. ഇപ്പോൾ നേരത്തെ നിങ്ങൾ കണ്ടല്ലോ, അത് കാർഡ്ബോർഡിലൊക്കെ പൊതിഞ്ഞിട്ടായിരുന്നു വെച്ചിരുന്നത്. ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ക്വില്ലിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്രാഫ്റ്റ് ഉണ്ട്. അത് ചെയ്യുന്നതാണ് കേട്ടോ. ഇത് എന്താ ക്വില്ലിംഗ് ക്രാഫ്റ്റ് ചെയ്യുന്നതാണിത്. ഇതിന്റെ പാക്കിങ് നല്ലതാണ് കേട്ടോ. കണ്ടോ, ഫ്രണ്ട്സ്, ഇതില് 10 കളറാണുള്ളത്. 10 കളേഴ്സാണ് കേട്ടോ. ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ 260 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഒരു പീസിന് 26 റുപ്പീസാണ് വരുന്നത്. ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ജൂട്ട് ത്രെഡ് ആണ് കേട്ടോ. നമ്മൾ ബോട്ടിലിൽ ഇത് വെച്ചിട്ട് വൂളൻ നൂല് ചുമ പോലെ ഇത് ചുറ്റി ചെയ്യാറുണ്ട്. കണ്ടോ, അവിടെ എടുത്തു. ഫ്രണ്ട്സ്, ഞാൻ നേരത്തെ കാണിച്ച ജൂട്ട് ത്രെഡ് നമ്മുടെ ഗ്ലാസ് ബോട്ടിലൊക്കെ ആർട്ട് ചെയ്യാനുള്ളതാണ് കേട്ടോ. എന്റെ പേര് ജൂട്ട് ത്രെഡ് ആണ് കേട്ടോ. ജൂട്ട്. ഇത് നല്ല രീതിയിലെ പാക്കിംഗ് ആണ് കേട്ടോ. ഓരോ സാധനത്തിനും ഓരോ പാക്കിംഗ് ആണെന്ന് പറഞ്ഞില്ല, അതേപോലെ നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഇത് ഞാനല്ല, എൻ്റെ അനിയത്തിയാണ് അൺബോക്സ് ചെയ്തത് കേട്ടോ. എനിക്കതിനുള്ള ശക്തിയൊന്നുമില്ല. വീണ്ടും അതിൻ്റെ അകത്തൊരു പാക്കറ്റ് ഉണ്ട്. ഫ്രണ്ട്സ്, ഇത് നമ്മുടെ കോപ്പറാണ് കേട്ടോ. കണ്ടോ ഫ്രണ്ട്സ്, ഇത് 4 എണ്ണമാണ് കേട്ടോ ഉള്ളത്. ഇത് രണ്ടും ഗോൾഡൻ കളറാണ്, ഇത് രണ്ടും സിൽവർ കളറാണ് കേട്ടോ. ഇത് നമ്മൾ ഓരോ ക്രാഫ്റ്റ് ചെയ്തിട്ട് നമുക്കിത് ഹാങ് ചെയ്യാനൊക്കെ നമ്മളിത് യൂസ് ചെയ്യുന്നതാണ്. ഫ്രണ്ട്സ്, ഇത് കുഞ്ഞ് ഒരു പാക്കറ്റാണ് കേട്ടോ. പക്ഷെ ഇതിന്റെ പാക്കിംഗ് വലുതാണ്, കുഞ്ഞൊരു സാധനമാണ് കേട്ടോ. ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ഗ്ലാസ് ആണ് കേട്ടോ. ഉണ്ടോ, ഇത് നമുക്ക് ക്രാഫ്റ്റ് ചെയ്തിട്ട് അല്ല വാൾ ഹാങ്ങിലൊക്കെ ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ നടുക്കൊക്കെ വെക്കാൻ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് നമ്മുടെ ഡ്രസ്സിൽ നമുക്കിത് ഒട്ടിച്ച് വെക്കാവുന്നതാണ്. എന്തായി നേരത്തെ അതെടുത്ത്. ഫ്രണ്ട്സ്, ഇത് നമുക്ക് ക്വില്ല് ചെയ്യുമ്പോൾ കൈ കൊണ്ട് വെക്കാനായിട്ട് പാടാണ്. അപ്പോൾ ക്വില്ലിങ്ങിൻ്റെ ഒരു ഇതാണ് കേട്ടോ, ഒരു പ്രൊഡക്റ്റാണ് ക്വില്ല് ചെയ്യാനുള്ള ക്വില്ലിംഗ് പെന്നാണ് കേട്ടോ അത്. ഫ്രണ്ട്സ്, ഇത് ഇത്തിരി വലിയൊരു പാക്കറ്റാണ് കേട്ടോ. ഇത് തെർമാക്കോൾ ബോൾസ് ആണെന്ന് തോന്നുന്നു. Yes, this is thermocol balls. ഇത് 2 പാക്കറ്റ് ആയിട്ടാണ് കേട്ടോ. ഗുഡ് ലക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. C
PGS എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ, ഗുഡ് ലക്ക്. ഇത് നമുക്ക് രണ്ട് കവറിലാണ് കിട്ടിയത്. ഒരു കവറിൻ്റെ അകത്ത് 5 പീസസ് ആയിട്ടാണ് തോന്നുന്നുള്ളത്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഒരു കവറ്. ഇതിൽ 10 പീസോളം ഉണ്ട് കേട്ടോ. പന്ത്രണ്ട് പീസ് ഉണ്ട് കേട്ടോ ഒരെണ്ണത്തില്. അതിന് 12 പീസ് ഉണ്ട്. ഞാൻ ഈ ഒരു കവറിലാണ് നോക്കിയാണ് കേട്ടോ. ഇത് നമ്മൾ സാധാരണ പ്ലാസ്റ്റിക് കവറാണ് കേട്ടോ. ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത ഐറ്റം അൺബോക്സ് ചെയ്യാം. ഇതും ഇത്തിരി വലിയൊരു കവറാണ് കേട്ടോ. ഇത് സ്പോഞ്ചാണ് കേട്ടോ. സ്പോഞ്ച് പോലത്തെ ഒരിതാണ്. നമുക്കിത് വൂളൻ ത്രെഡ് പോലത്തെ ഒരു ത്രെഡിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. എടി ഇതിൽ വില ഉണ്ടോന്നൊന്ന് നോക്കിക്കേ. 240. അയ്യോ എടി 249 ആയിരിക്കും. അതെ, 249 ആണ് കേട്ടോ ഇതിൻ്റെ വില. 249 രൂപയാണ് കേട്ടോ. ഇതും നമുക്ക് ബോട്ടിലായിട്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ ബോട്ടിൽ ഡെക്കറേറ്റ് ചെയ്യാനും ഉപയോഗിക്കാം, അല്ലാതെ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാനും ഉപയോഗിക്കാം കേട്ടോ. ഇനി നമുക്ക് 2 ഇതേപോലത്തെ വലിയ സാധനമുണ്ട്, പിന്നെ ഒരു ബോക്സ് ആണ് കേട്ടോ ഉള്ളത്. ഇത്രയും സാധനമുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ചെറിയൊരു ഇതുണ്ടാകും നമുക്ക് അൺബോക്സ്. നമ്മൾ ഇതിൻ്റെ ആമസോണിൻ്റെ ഈ ഒരു ടേപ്പ് മാത്രം മാറ്റിയാൽ മതി കേട്ടോ. ഇതിലേക്ക് നമുക്ക് തുറക്കാൻ പറ്റും. ഫ്രണ്ട്സ്, ഇത് ട്രേസിങ് പേപ്പറാണ് കേട്ടോ. നമുക്ക് നമ്മുടെ ബോട്ടിലിൽ ഇത് ഓരോ പേപ്പറായിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്കിത് ട്രേസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫ്രണ്ട്സ്, ഇതിൻ്റെ റിയൽ ക്യാഷ് എന്ന് പറഞ്ഞാൽ 300 റുപ്പീസാണ്. നമുക്കിത് കിട്ടിയത് 219 ആണ് കേട്ടോ. 219 ആണ്. ഇത് ട്രേസിങ് പേപ്പർ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫോണിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പിക്ചർ കണ്ടിട്ട് അത് നമുക്ക് ആ ഒരു പിക്ചറിൻ്റെ ഒരു പേപ്പർ വെച്ച് നമുക്കത് ട്രേസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ പിക്ചർ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പെൻസിൽ കൊണ്ടോ പേന കൊണ്ടോ അത് വരച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ബോട്ടിലോട്ട് അത് വെക്കുമ്പോൾ ബോട്ടിൽ കാണാൻ പറ്റും. എന്നിട്ട് നമ്മളത് ഇങ്ങനെ അതിലോട്ട് ട്രേസ് ചെയ്യുമ്പോൾ നമുക്ക് ബോട്ടിൽ ആ നമ്മൾ എന്താണ് എടുത്തത് കിട്ടും. അതിനാണ് നമ്മൾ ഈ ട്രേസിങ് പേപ്പർ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഫ്രണ്ട്സ്, ഞാൻ ആ ഒരു സാധനം അൺബോക്സ് ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ അനിയത്തെ എടുത്തിട്ടുണ്ടാണ് കേട്ടോ. ഇത് ഞാൻ ചെയ്തതാണ് കേട്ടോ. ഇത് ഞാൻ ഫ്ലവർ വെച്ചിട്ട് ഇതൊരു ദിവസം ഞാൻ വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് ചെയ്തതാണ്, വുള്ളൻ നൂല് വെച്ചിട്ട്. നമുക്ക് ഇത് വേണമെങ്കിൽ ഇതേപോലത്തെ ഈ ഒരു ഫ്ലവർ വെച്ചിട്ടും ഇത് ചെയ്യാനാണ് കേട്ടോ. അനിയത്തെ നിർബന്ധിച്ചുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സാധനം അൺബോക്സ് ചെയ്യാം. എൻ്റെ അനിയത്തി എവിടെന്ന് പറയാം കേട്ടോ. ഞാൻ ടോ 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 കുറേ പ്രാവശ്യം പറയുന്നുണ്ട്. ഫ്രണ്ട്സ്, ഇത് കളർ പേപ്പറാണ് കേട്ടോ. കളർ പേപ്പർ ഉണ്ട്, പിന്നെ ഇത് ബ്രഷ് ആണ് കേട്ടോ. 2 ബ്രഷ് ഉണ്ട്, 2 സൈസിലുള്ള ബ്രഷ്. ഇത് 7 എണ്ണമുള്ള ബ്രഷാണ്. ഇത് പോയിന്റഡ് ബ്രഷാണ്.
ഇത് ഫ്ലാറ്റ് ബ്രഷ് ആണ് കേട്ടോ. ഇത് എന്നിട്ട് അവിടെ നിന്ന് പറയാണ് ഫ്ലാറ്റ് ബ്രഷ് ഉണ്ട്. ഇത് കളർ പേപ്പറാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ 3 സാധനത്തിന്റെ വില ഞാൻ പറഞ്ഞുതരാം. ഇത് പേപ്പറിന് 139 കേട്ടോ വില. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഫ്ലാറ്റ് ബ്രഷിന്റെ വില എന്ന് പറഞ്ഞാൽ 190 ആണ്. പിന്നെ നമ്മുടെ പോയിന്റർ ബ്രഷിന്റെ വില എന്ന് പറഞ്ഞാൽ 175 ആണ് കേട്ടോ. ഡെലിവറി ക്യാഷും കൂടി ചേർത്തിട്ട് 215 വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ 7 ബ്രഷസ് ആണ് കേട്ടോ. ഇതിൽ പോയിന്റർ ബ്രഷിൽ 7 ഉണ്ട്, ഫ്ലാറ്റ് ബ്രഷിൽ 7 ബ്രഷസ് ഉണ്ട്. ഇത് നമുക്ക് അടുത്തൊരു സാധനമേ ഉള്ളൂ. ഫ്രണ്ട്സ്, നമുക്ക് ഇതാകെ ഇനി ലാസ്റ്റ് ഒരു സാധനം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് അനുഭവിക്കാം. ഫ്രണ്ട്സ്, ഒരു സാധനം കൂടി എടുത്തുണ്ടോ. ഇത് എന്ത് സാധനമെന്ന് അറിയത്തില്ല. ഇത് നല്ല പാക്കിംഗ് ആണ് കേട്ടോ. നമ്മുടെ ബില്ലാണ്. എനിക്ക് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ബോക്സിലൊരു സാധനം കിട്ടുന്നത്. ഇത് നല്ല നല്ല പാക്കിംഗ് ആയിരുന്നു. ഫ്രണ്ട്സ്, ഇത്രയും ചെറിയ സാധനങ്ങളാണ് കേട്ടോ. ഇത് നമ്മുടെ മിനിച്ചർ ബോട്ടിലാണ്. ഇത് ഞാൻ പ്രീമിയർ എന്ന് പറഞ്ഞ ഷോപ്പിൽ നോക്കിയിരുന്നു. അത് പക്ഷെ ഇതിനെക്കാട്ടും വില കൂടുതലായിരുന്നു കേട്ടോ. കണ്ടോ, ഇത് നമുക്ക് ആർട്ടൊക്കെ ചെയ്യാം കേട്ടോ. ഇത് ഗിഫ്റ്റ് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ അകത്ത് കുഞ്ഞു കുഞ്ഞു ലോട്ട് ഇട്ടിട്ട് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം. വെഡ്ഡിങ്ങിനായാലും വാലന്റൈൻസ് ഡേക്ക് ആയാലും ബർത്ത്ഡേക്ക് ആയാലും ഒക്കെ ഇതിനെ കൊടുക്കാം കേട്ടോ. ഫ്രണ്ട്സ്, 24 മിനിച്ചർ ബോട്ടിലാണ് കേട്ടോ എല്ലാത്തിനും കൂടെ ഉള്ളത്. ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ 246 രൂപയാണ് കേട്ടോ. ഫ്രണ്ട്സ്, ഞാൻ വിചാരിച്ചു മറ്റേ വലിയ ബോക്സിൽ ഇത്തിരി വലിയ സാധനം ആയിരിക്കുന്നു. അപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാൻ ഇത്രയും വലിയ സാധനമൊന്നും ഓർഡർ ചെയ്തിട്ടില്ല. നല്ല പാക്കിംഗ് ആയിരുന്നു കേട്ടോ. ഇത്തിരി ചെറിയൊരു സാധനത്തിന് ഇത്രയും വലിയ പാക്കിംഗ് ആണെങ്കിൽ നല്ല വെൽഡ് പാക്കിംഗ് ആണ് കേട്ടോ. അത് അൺബോക്സ് ചെയ്യാൻ പാടാണ്. നമുക്ക് നമ്മുടെ ലാസ്റ്റ് ഐറ്റം ആണ് കേട്ടോ. ഇത് കുഞ്ഞൊരു സാധനമാണ് കേട്ടോ. ഇതും നല്ല വെൽഡ് പാക്കിംഗ് ആണ് കേട്ടോ. ഇത് നമ്മുടെ ബീഡ്സ് ആണ്. വൈറ്റ് കളർ ബീഡ്സ് ആണ് കേട്ടോ. ഞാൻ കൂടുതലും വൈറ്റ് കളർ ബീഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ്. ഇനിയും കുറച്ച് സാധനങ്ങൾ വരാനുണ്ട്. അപ്പം അതിൻ്റെ വീഡിയോ അതെല്ലാം കൂട്ടിച്ച് ഞാൻ എടുക്കുന്നതായിരിക്കും. ഫ്രണ്ട്സ്, ഇതിലൊരു ഇതിനെന്താ നമ്മൾ പറയാം. ഇതെനിക്ക് പൊട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എൻ്റെ അനിയത്തെയും കളിക്കുന്നത് ഇവിടെ ഇങ്ങനെ വെച്ച് എന്നിട്ട് ഇവിടെ പേൻ കൊല്ലുന്ന പോലെയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കും. ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ പരിപാടി ഇത് പൊട്ടിക്കലായിരിക്കും കേട്ടോ. ഇത് നമ്മുടെ ലാസ്റ്റ് സാധനമാണ്. ഞാൻ കുറേ ആഗ്രഹിച്ച സാധനമാണ് കേട്ടോ. ആഗ്രഹിച്ചല്ല, എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇത് നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്യാം. ഇത് എനിക്ക് ഭയങ്കര ആയിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൽ എന്താ എഴുത്തുണ്ട് കണ്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്കൊരു റിട്ടേൺ ഗിഫ്റ്റ് കിട്ടിയിരുന്നു. അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഈ ഒരു റിട്ടേൺ ഗിഫ്റ്റിൻ്റെ വീഡിയോ എങ്കിലും എടുക്കുന്നതെന്ന് വിചാരിച്ചു. എനിക്ക് മിഞ്ഞാന്ന് കിട്ടിയതാണ് കേട്ടോ. ഇതുവരെ അൺബോക്സ് ചെയ്യാതെ വെച്ചിരുന്നു. ഞാൻ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാൻ നല്ലൊരാളാണ് കേട്ടോ. ഫ്രണ്ട്സ്, ഞാനിത് വായിക്കാണ്. I am indeed grateful for your kind gift to me. Thanks dear, with lots of Shraddha and Tirtha. Thank you. നമ്മൾ അൺബോക്സ് ചെയ്യാൻ ഇവിടെ റിബണാണ്. ഇത് പേപ്പറാണ് കേട്ടോ. ഫ്രണ്ട്സ്, ഇതെനിക്ക് ബോട്ടിലായിട്ട് ഞാൻ കൊടുത്തു വിട്ടതിന് എനിക്ക് തന്ന ഗിഫ്റ്റാണ് കേട്ടോ. കണ്ടോ ഫ്രണ്ട്സ്, ഇങ്ങനത്തെ ഒരു ഇതാണ് നമ്മള് ഒപ്പിച്ച് തന്നത് കേട്ടോ. ഇത് ഞാൻ കളയത്തില്ല, അത് മാറ്റി വെച്ചിട്ടുണ്ട്.
ഇവിടെ ഒരു സെലോ ടേപ്പ് ഉണ്ട് കേട്ടോ. ഇവിടെ 2 സെലോ ടേപ്പ് ഉണ്ട്. ഞാൻ എൻ്റെ അടുത്ത് ആ ആൻറ്റി വിളിച്ച് ഒരു ആൻറ്റിയാണ് കേട്ടോ. ഒരു ആൻറ്റി ചേച്ചിയുമായിട്ടാണ് ഇത് തന്നെ. അപ്പോൾ എനിക്ക് വേറെ ആരെയും അറിയത്തില്ല കേട്ടോ. അപ്പോൾ ആ ആൻറ്റി എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഗിഫ്റ്റ് അൺബോക്സ് ചെയ്തില്ല, അടുത്തൊരു വീഡിയോയിൽ അൺബോക്സ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻറ്റി പറഞ്ഞു ചെറിയൊരു ഗിഫ്റ്റാണ്, അപ്പോൾ അത് ഇപ്പം അൺബോക്സ് ചെയ്തോളാൻ പറഞ്ഞു. പിന്നെ ഞാൻ അൺബോക്സ് ചെയ്തില്ല. ചെറുതായാലും വലുതായാലും ഗിഫ്റ്റ് തന്നെയല്ലേ, അതുകൊണ്ട് ഞാൻ അൺബോക്സ് ചെയ്യാതെ വെച്ചിരുന്നതാണ്. ഇത് നമുക്ക് ഐസ്ക്രീം സ്റ്റിക്സ്, പിന്നെ സ്പോഞ്ചി ബോൾസ്, പിന്നെ ഫ്രണ്ട്സ് ഇത് ഞാൻ അടുത്ത് ശരിക്കും ഇത് ഞാൻ വാങ്ങാനുണ്ടായിരുന്നു ഫ്രണ്ട്സ്. ഞാൻ അത് വാങ്ങിച്ചേനെ, പിന്നെ ഇത്തിരി കൂടുതൽ ക്യാഷ് ആയതാണ് വാങ്ങാത്ത. കറക്റ്റ് അത് ഞാൻ ഓർഡർ ചെയ്തതെന്ന് എനിക്ക് ഡൗട്ടാണ്. ഫോം ഷീറ്റിൽ ഫ്ലവേഴ്സ് ആണ് കേട്ടോ. അത് ഫോം ഷീറ്റിലാണ്. ഞാൻ ഫോം ഷീറ്റും തപ്പിക്കൊണ്ട് നടക്കുവാണ്. ഭയങ്കരമായിട്ട് അധികം സന്തോഷം. താങ്ക് യു വെരി മച്ച്. ഈ ത്രെഡ് ഞാൻ കണ്ടിരുന്നു കേട്ടോ, ഒരു വീഡിയോയിൽ കണ്ടു. അപ്പൊ ഇതെനിക്ക് വാങ്ങണമെന്നുണ്ടായിരുന്നു, ഞാനിത് പക്ഷെ ഓർഡർ ചെയ്തില്ലായിരുന്നു. താങ്ക് യു. ഇത് ഓരോ സാധനം ഞാൻ കാണിക്കാം. ഇത് ജൂട്ട് ത്രെഡ് പോലത്തെ ഒരു ത്രെഡാണ് കേട്ടോ. ഇത് 4 കളേഴ്സ് ഉണ്ട്. ഇത് കളറല്ല, ഇത് 3 കളേഴ്സാണ്. നമ്മുടെ ഫ്ലാഗിന്റെ കളറാണ് കേട്ടോ. ഇത് നമുക്ക് 4 കളറിൽ ഫോം ഷീറ്റിന്റെ ഫ്ലവേഴ്സ് കിട്ടി. താങ്ക് യു ആൻറ്റി, താങ്ക് യു. ഞാൻ പ്രതീക്ഷിച്ചില്ല. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ആൾ തന്ന ഗിഫ്റ്റ് ഫ്ലാറ്റിൽ ഒരാൾക്കാണ് കേട്ടോ കൊടുത്തത്. അപ്പോൾ അയാൾ തന്ന ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചോക്ലേറ്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ അക്രലിക് കളറാണ് ബോട്ടിൽ ചെയ്യുന്നതെന്ന്. അപ്പോൾ അവർ പോയപ്പോൾ അവിടെ അക്രലിക് കളർ ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് റിട്ടേൺ ഗിഫ്റ്റ് അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് അവരെനിക്ക് ചോക്ലേറ്റ് ആണ് തന്നത്. ഫ്രണ്ട്സ് ഇത് ടേപ്പാണ്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള കേട്ടോ. ഇത് കളർഡ് പേപ്പർ ടേപ്പാണ്. ഫ്രണ്ട്സ് 4 കളറിൽ ഫോം ഷീറ്റിലെ ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. പിന്നെ നമുക്കിവിടെ ഒരു സ്റ്റോൺ സ്റ്റിക്കർ എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നതാണ് കേട്ടോ. ഇത് എനിക്ക് 2 ഷേപ്പിൽ തന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഫ്ലവറിലെ ഇത് ഇവിടെ റൗണ്ടും ഡയമണ്ട് ഷേപ്പിലാണ് കേട്ടോ. ഇന്ന് പിന്നെ വന്നിരിക്കുന്ന കളർഫുൾ ഐസ്ക്രീം സ്റ്റിക്സ് ആണ് കേട്ടോ. കണ്ടോ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് അമ്മ നിറയെ കൊണ്ടുവന്നിരുന്നു കേട്ടോ ഫ്രണ്ട്സ്. പിന്നെ ഇത് ടേപ്പാണ് കേട്ടോ. ഇത് പേപ്പർ ടേപ്പാണ്, കളർഫുൾ പേപ്പർ ടേപ്പാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ഗ്ലിറ്റർ ഗ്ലൂ ആണ് കേട്ടോ. ഗ്ലിറ്റർ ഗ്ലൂ ആണ്. ഇത് ബ്ലൂ കളറാണ് കേട്ടോ. ഇത് പിന്നെ സ്പോഞ്ചാണ് കേട്ടോ. സ്പോഞ്ച് ബോൾസ് ആണ്, കുഞ്ഞ്. ഇത് പക്ഷേ സ്പോഞ്ച് അല്ല, നമ്മുടെ ഞാൻ നേരത്തെ കാണിച്ച തുണി പോലത്തതും അല്ല, വോളൻ നൂലും അല്ല, അങ്ങനത്തെ തരത്തിലൊരു ഇതാണ്. അതിൻ്റെ കുഞ്ഞ് സ്മോൾ ബോൾസ് ആണ്. ഇത്രയും സാധനം ഉണ്ട്. ഞാൻ വിചാരിച്ച കുഞ്ഞു ഗിഫ്റ്റ് ആയിരിക്കുന്നത്. ഇത്രയും സാധനം ഉണ്ടായിരുന്നു. ഇതാണ് എൻ്റെ കുഞ്ഞു ഗിഫ്റ്റ്. താങ്ക് യു. ഞാൻ വാങ്ങാൻ ഉദ്ദേശിച്ചിരുന്ന സാധനങ്ങളായിരുന്നു. താങ്ക് യു വെരി മച്ച്. പിന്നെന്ത് പറയാനാ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ആമസോൺ കൊണ്ടുവന്നതാണ്. എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ഇത് ഡ്രീം ക്യാച്ചർ മേക്ക് ചെയ്യുന്ന സാധനമാണെന്നാണ് തോന്നുന്നത്. ഇത് 424 രൂപയാണ് കേട്ടോ. നമുക്ക് ഇതെന്തായാലും അൺബോക്സ് ചെയ്യാം. ഈ വീഡിയോ എടുത്തോണ്ടിരിക്കും ഇപ്പൊ കൊണ്ടുവന്ന് തന്നതാണ്. ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണ്. ദിസ് ഈസ് ഡ്രീം ക്യാച്ചർ മേക്കിങ്ങിന്റെ ഐറ്റം ആണ് കേട്ടോ. കണ്ടോ, നമുക്ക് ഇതില് റിങ് കിട്ടും, പിന്നെ ഫെദർ കിട്ടും, നമ്മുടെ കുറച്ച് ബീഡ്സ് കിട്ടും, പിന്നെ നമ്മുടെ ഡ്രീം ക്യാച്ചർ മേഡ് ചെയ്യേണ്ട ഒരു ത്രെഡ് കിട്ടും. അത് കളർഫുൾ ആയിട്ടാണ് കേട്ടോ ത്രെഡ്.
ഇതുണ്ടോ ഫ്രണ്ട്സ്, ഇതിവിടെ ഒട്ടിച്ച് വെച്ചേക്കാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റുവാണെങ്കിൽ എനിക്ക് കുറച്ച് വീഡിയോസ് കാണണം ഇത് ഉണ്ടാക്കുന്നത്. എനിക്ക് ഐഡിയ ഉണ്ട് കേട്ടോ, പക്ഷേ എന്താ ഇത്രയും വില കൊടുത്ത് വാങ്ങിച്ച സാധനമല്ലേ. ഇത് ഞാൻ നിറയെ പ്രാവശ്യം ചിന്തിച്ചത് വാങ്ങണോ വേണ്ടെന്ന്. പിന്നെ എനിക്കൊരു ആഗ്രഹമായിരുന്നു കേട്ടോ. ഞാൻ ഡ്രീം ക്യാച്ചർ വള്ളയിൽ ഉണ്ടാക്കിയിരുന്നു. അത് എൻ്റെ ഇവർക്ക് രണ്ടുപേർക്ക് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു. ഇവർക്ക് ഭയങ്കര സന്തോഷമായി. അത് നമ്മൾ ത്രെഡ് ചുറ്റിയിട്ടാണ് ഇപ്പോൾ ഫെദർ വെച്ചിട്ട് കൊടുത്തതാണ്. ഫെദർ ഞാൻ പണ്ട് വാങ്ങുമായിരുന്നു നിറയെ. എനിക്ക് ഫെദർ കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. 3-4 കോട്ട് നിറച്ച് നോട്ട് നിറച്ചുണ്ടായിരുന്നു. ഇപ്പം ഞാനൊന്നും കളക്ട് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ എനിക്കൊരു മോഹം ഇപ്പോഴും ചെയ്യണം എന്ന്. അങ്ങനെ ഞാനിപ്പോൾ വാങ്ങിച്ചതാണ്. ഇത് ഇത്രയും വില കൊടുത്ത് വാങ്ങിച്ചില്ല. അപ്പോൾ 2-3 വീഡിയോ ഞാൻ കണ്ടിട്ട് കുറച്ച് ദിവസത്തിനകം തന്നെ നമ്മുടെ വീഡിയോ വരുന്നതായിരിക്കും ഇതിൻ്റെ. അപ്പോൾ ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇനി ഇത്രയും ക്രാഫ്റ്റ് മെറ്റീരിയൽസ് വാങ്ങിച്ചത് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഞാൻ സാധനങ്ങൾ ഉണ്ടാക്കും. എൻ്റെ വീഡിയോ ഞാൻ എടുക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എടുത്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇത്രയും ക്രാഫ്റ്റ് മെറ്റീരിയൽസ് വന്നു. ഇനി എന്തൊക്കെ കുറച്ച് ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടി കാണിച്ച് ഞാനൊരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ഇടുന്നതായിരിക്കും. ടാറ്റാ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാണ് ഇത്രയും വില കൊടുത്ത് ഇത്രയും സാധനങ്ങൾ വാങ്ങുന്നത്. നിങ്ങളുടെ ഹോബി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫിഷിംഗ് ആണെങ്കിൽ അത് ഫിഷിംഗ് ഫ്രീക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലുണ്ട്. അൺബോക്സിംഗ് ജൂഡ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ചാനലുണ്ട്. റോഷൻസ് വ്ലോഗ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ചാനലുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ചാനലുകളിൽ അവർക്ക് ഓരോരോ ഇതാണ്. ഇപ്പോൾ ഫിഷിംഗ് ഫ്രീസിന് ഫിഷിങ്ങിൻ്റെതാണ്. നമ്മുടെ വണ്ടർ വേൾഡ് അത് നമ്മുടെ ക്രാഫ്റ്റിൻ്റെതാണ്. ബോട്ടിൽ ആർട്ടിൻ്റെ വേറെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഹോബി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വില കൊടുത്ത് ഇത്രയും സാധനങ്ങൾ വാങ്ങുന്നത്. നിങ്ങൾക്ക് എന്താണോ ഹോബി അതിൻ്റെതായ കാശ് കൊടുത്ത് നിങ്ങൾ നിങ്ങളുടെ സാധനങ്ങൾ വാങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിറയെ മെറ്റീരിയൽസ് എനിക്ക് ക്രാഫ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടും മെറ്റീരിയൽസ് കൂടുതൽ കൂട്ടാനായിട്ടാണ് എനിക്ക് ഇഷ്ടം കേട്ടോ. അപ്പൊ എൻ്റെ അമ്മ അവിടെ ഒന്ന് ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഹോം ടൂർ ഇടാം കേട്ടോ. എൻ്റെ വീട് കുഞ്ഞാണ്, ഞാൻ ഫ്ലാറ്റിലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീട് കുഞ്ഞായതുകൊണ്ട് അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റോർ ചെയ്യാൻ എനിക്ക് പറ്റാത്തത്. അപ്പോൾ കുപ്പി കളക്ഷൻ അങ്ങനെയൊക്കെ കുറേ പേര് ചെയ്യുന്നത് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് എല്ലാം കളക്ട് ചെയ്യാനാണ് ഇഷ്ടം ചെയ്യുന്നതിനെക്കാട്ടും. അപ്പോൾ എൻ്റെ അമ്മ അവിടെ ഒന്ന് ചിരിക്കുകയാണ് കേട്ടോ അത് പറഞ്ഞപ്പോൾ. കാരണം നമ്മുടെ ചെറിയ വീടായതുകൊണ്ട് ഒന്ന് സ്റ്റോർ ചെയ്യാൻ അത്രയ്ക്ക് സ്പേസ് ഒന്നുമില്ല. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ ഈ സാധനങ്ങൾക്ക് എല്ലായിട്ടും ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആൻഡ് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് അലോൺ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഞാൻ ഇത്രയും സ്പീഡിൽ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയാവുന്നവർക്ക് ചോദിച്ചിട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാൻ അതിനായിട്ടൊരു വീഡിയോ ഇടാം. അപ്പോൾ അടുത്തൊരു വീഡിയോ